നഗരസഭാ ഭരണസമിതിക്കെതിരെ മുൻ നഗരസഭാ ചെയർമാൻ മാട്ടുമ്മൽ സലീം. ജില്ലാ ആശുപത്രിയുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി അനുവദിച്ച ഭൂമി വിട്ടുനിൽക്കുന്നതിനെതിരെ നീക്കം നടത്തി UDF നഗരസഭാ ഭരണസമിതി വികസനം അട്ടിമറിക്കാൻ ശ്രമിക്കുകയാണെന്ന് അദ്ദേഹം ആരോപിച്ചു. നിലമ്പൂർ പ്രസ് ക്ലബ്ബിൽ നടന്ന വാർത്താ സമ്മേളനത്തിലാണ് അദ്ദേഹം നഗരസഭാ ഭരണസമിതിക്കെതിരെ രംഗത്തെത്തിയത്. മുസ്ലിം ലീഗിന്റെ ജില്ലാ പഞ്ചായത്ത് ഭരിക്കുന്ന ജില്ലാ പഞ്ചായത്തിന്റെ കത്തിന്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ LDF ഭരിക്കുന്ന മുനിസിപ്പാലിറ്റി ഈ സ്കൂളിലെ സ്ഥലം വിട്ടുകൊടുക്കാൻ തീരുമാനിച്ചത്. സ്കൂളിലെ സ്ഥലം വിട്ടുകൊടുക്കാൻ തീരുമാനിച്ചത് മാത്രമല്ല, അതിനുശേഷം നമ്മുടെ MLA രാജിവെച്ച് പോകുന്നതിൻ്റെ മുമ്പത്തെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ. ഈ സമയത്ത് മുനിസിപ്പാലിറ്റി ചെയർമാൻ എന്നുള്ള നിലയിൽ വിദ്യാഭ്യാസ വകുപ്പുമായിട്ടും റവന്യൂ വകുപ്പുമായിട്ടും അതുപോലെ തന്നെ ആരോഗ്യ വകുപ്പുമായിട്ടും നിരന്തരം ബന്ധപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലും അവരുമായി നിരന്തരം ബന്ധപ്പെട്ട് ചർച്ച ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഈ കഴിഞ്ഞ 2-3 മാസമായി ആ സ്കൂളിൻ്റെ 33 സെൻറ്റ് സ്ഥലം വിട്ടുകൊടുക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ തീരുമാനങ്ങളുമായി നിൽക്കുന്ന സമയത്താണ് ഇത്തരത്തിലൊരു അജണ്ട നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിൽ ഈ വരുന്ന തിങ്കളാഴ്ച വരുന്നത്. അതായത് ആ സ്കൂളിലെ PTA HMC കമ്മിറ്റികൾ കൂടി ഇത് മാറ്റണം എന്ന് പറഞ്ഞിട്ടുള്ളൊരു അജണ്ടയാണ്. വളരെ ഗൗരവമുള്ളൊരു അജണ്ടയാണ് ഈ പറയുന്ന ഈ വരുന്ന തിങ്കളാഴ്ച, ഇന്നിപ്പം വെള്ളിയാഴ്ച, തിങ്കളാഴ്ച നിലമ്പൂർ മുനിസിപ്പാലിറ്റി അവതരിപ്പിക്കും. എനിക്ക് ചോദിക്കാനുള്ളത്, ഇതിൽ മുസ്ലിം ലീഗിൻ്റെ അംഗങ്ങൾ 5-8 ആളുകൾ മുസ്ലിം ലീഗിൻ്റെ അംഗങ്ങളായിട്ട് ഈ പറയുന്ന മുനിസിപ്പാലിറ്റിയിലുണ്ട്. തീർച്ചയായും മുനിസിപ്പാലിറ്റി ഭരിക്കുന്ന ജില്ലാ പഞ്ചായത്ത് ഭരിക്കുന്ന മുസ്ലിം ലീഗിൻ്റെയും PV അബ്ദുൽ വഹാബിൻ്റെയും കത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ സ്ഥലം വിട്ടുകൊടുക്കാൻ തീരുമാനിച്ചത്. അതുമാത്രമല്ല, നിലമ്പൂരിലെ വ്യവസായികളെയും വ്യാപാരികളെയും പല അധികൃതരെയും ആ സ്കൂളിൽ പഠിച്ച പൂർവ്വകാല വിദ്യാർത്ഥികളെയും അധ്യാപകരെയും ഒക്കെ ഇരുന്ന് മീറ്റിംഗ് വിളിച്ചതിന് ശേഷമാണ് നമ്മൾ ഈ സ്ഥലം വിട്ടുകൊടുക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചത്. ഈ സ്ഥലം വിട്ടുകൊടുത്തു എന്ന് വിചാരിച്ചിട്ട് ആ സ്കൂളിന് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ അത്ര ഇപ്പോൾ പഠിക്കുന്ന വിദ്യാർത്ഥികളൊക്കെ പഠിക്കാനുള്ള സൗകര്യം ഇപ്പോഴത്തെ ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് ഇതിൻ്റെ പ്രൊസീജിയറൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ഈ അജണ്ട വരുമ്പോൾ ഇത് നാം മനസ്സിലാക്കേണ്ടത്, ഈ നിലമ്പൂരിലെ ആര്യാടൻ്റെ ആധിപത്യം ഈ 9 കൊല്ലം ഇല്ലായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇത് ആര്യാടൻ ഷൗക്കത്തിൻ്റെയും അതുപോലെ തന്നെ പത്മിനി ഗോപിനാഥൻ്റെ ഒരു ഹിഡൻ അജണ്ട നടപ്പിലാക്കാൻ വേണ്ടിയിട്ടാണ് മുനിസിപ്പാലിറ്റിയിൽ ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒന്നാമതായിക്കൊണ്ട് ഈ അജണ്ട വരുന്നത്. കഴിഞ്ഞ LDF ഭരണസമിതിയുടെ കാലത്ത് അന്നത്തെ MLA PV അൻവർ, PV അബ്ദുൽ വഹാബ് MP, മുസ്ലിം ലീഗ് നേതൃത്വം നൽകുന്ന ജില്ലാ പഞ്ചായത്ത് എന്നിവരുടെ സംയുക്ത ശ്രമഫലമായാണ് ജില്ലാ ആശുപത്രിക്കായി ഭൂമി ലഭ്യമാക്കിയത്. നിലമ്പൂർ ഗവൺമെന്റ് മോഡൽ UP സ്കൂളിന്റെ 33 സെന്റ് സ്ഥലം ഇതിനായി വിട്ടു നൽകിക്കൊണ്ട് സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു. ആശുപത്രി വികസനത്തിന് ഫണ്ട് ലഭ്യമാണെങ്കിലും സ്ഥലമില്ലാത്തതായിരുന്നു പ്രധാന തടസ്സം. ഇതിന് പരിഹാരമായപ്പോഴാണ് ഇപ്പോൾ രാഷ്ട്രീയ താൽപര്യത്തോടെ തടസ്സം നിൽക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. തിങ്കളാഴ്ച മാർച്ച് 16 നടക്കാനിരിക്കുന്ന നഗരസഭാ ബോർഡ് യോഗത്തിൽ ഈ ഭൂമി തിരിച്ചെടുക്കണമെന്നാവശ്യപ്പെട്ടുള്ള PTA കമ്മിറ്റിയുടെ കത്ത് ഒന്നാമത്തെ അജണ്ടയായി ഉൾപ്പെടുത്തിയത് ഇതിന്റെ ഭാഗമാണ്. 10 കോടി രൂപയുടെ വികസന പദ്ധതിയാണ് ഇതിലൂടെ നീണ്ടുപോകാൻ സാധ്യതയുള്ളത്. അടിസ്ഥാന സൗകര്യങ്ങളുടെ കുറവ് മൂലം ജനങ്ങളുടെ ജീവൻ വരെ അപകടത്തിലാകുന്ന സാഹചര്യത്തിൽ നാടിന്റെ വികസനത്തിന് തുരങ്കം വയ്ക്കുന്നവരെ ജനങ്ങൾ തിരിച്ചറിയണമെന്നും മാട്ടുമ്മൽ സലീം പറഞ്ഞു. SS Gold, Pure Gold. SS Group, നിലമ്പൂർ.